അസ്സലാമു അലൈക്കും. ഹായ് ഓൾ, എന്തൊക്കെയുണ്ട്? ഇന്ന് നല്ല മഴയാണേ. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? സമയമല്ലേ. നഷ്ടപ്പെട്ട സമയം പിന്നെ തിരിച്ചു കിട്ടുന്നുണ്ട് ആർക്കെങ്കിലും. പക്ഷെ ആരെങ്കിലും അത് ഓർക്കുന്നുണ്ടോ? ഓരോ സെക്കൻഡ്, ഓരോ മണിക്കൂറുകൾ നമ്മൾ എത്രയാണ് കളഞ്ഞു കൂട്ടുന്നത്. വിലപ്പെട്ട സമയമാണ്, തിരിച്ച് കിട്ടില്ല. പലപ്പോഴും നമ്മളത് ഓർക്കുന്നേ ഇല്ലല്ലോ. ഭയങ്കര ഏറ്റവും വലിയ നഷ്ടം അതല്ലേ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പൈസേനെക്കാട്ടും എന്തിനെക്കാട്ടും ജീവിതം നഷ്ടപ്പെടുന്നത് സമയമാണ്. അതാരും അങ്ങനെ വകവെക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ എത്രയോ മണിക്കൂറുകൾ ഓരോരുത്തർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അറിയില്ലല്ലോ നമുക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തെന്ന് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ സമയവും കാലവും ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. എല്ലാവരും പറഞ്ഞൊരു ഡയലോഗാണ്, എല്ലാ സമയവും കാലവും കഴിഞ്ഞ് നമ്മുടെ കാര്യങ്ങളൊന്നും ആവുന്നില്ല എന്നുള്ളത്. ശരിയല്ലേ? ഒന്നൊന്ന് ചിന്തിച്ച് നോക്കണേ. നമ്മളെപ്പോഴും ഞാൻ എൻ്റെ മക്കളുടെ അടുത്തും പറയുന്ന ഒരേ ഒരു കാര്യം അതാണ്, നഷ്ടപ്പെട്ട സമയം നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്ന്. എല്ലാവർക്കും പൊതുവായിട്ട് അറിയുന്നൊരു കാര്യം അത് തന്നെയാണ്. പക്ഷേ ആരും അതിന് എത്രത്തോളം പരിഗണന നൽകുന്നുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര സംശയമുണ്ട്. അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് ചില സമയത്ത് ഞാനിങ്ങനെ കാട് കയറും. അങ്ങനെ രാവിലത്തെ പ്രാർത്ഥന കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇന്ന് ക്ലീനിങ് ഡേ ആണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഒന്ന് ക്ലീനിങ്ങിൻ്റെ ആണ്. അപ്പോൾ കുറേ കാലമായി ഇങ്ങനെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട്. എന്താ കാരണം? എനിക്ക് മടി തന്നെ, മെയിനായിട്ട് മടിയായിട്ട് ഇങ്ങനെ അലസത കൊണ്ട് ഇങ്ങനെ നാളെ നാളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നീണ്ട് പോവാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ എനിക്ക് തൈറോയ്ഡ് ഉണ്ട് ഓൾറെഡി. അപ്പോൾ തൈറോയ്ഡ് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പം നോക്കുമ്പോൾ കിടക്കണോ ഉറങ്ങണോ അങ്ങനത്തെ ഒരു വിചാരം മാത്രമേ ഉള്ളൂ. രാവിലത്തെ ആ ഒരു നമ്മുടെ കുക്കിങ്ങും കഴിഞ്ഞ് ആ ജസ്റ്റ് ഒരു ക്ലീനിങ്ങും കഴിഞ്ഞ് ഇങ്ങനെ കുറേ ദിവസമായി ഞാനിങ്ങനെ പോകുന്നു. ഈ ഒരു പെരുന്നാൾ കഴിഞ്ഞ വലിയ പെരുന്നാളിന് പോലും ഞാനൊന്നും ക്ലീൻ ചെയ്തെടുത്തിട്ടില്ല. അത്രയും എനിക്ക് എന്താ പറയുക, ബോഡി തീരെ വീക്കായിട്ട് ഒന്നിനും വയ്യാണ്ട്. തൈറോയ്ഡുള്ള എല്ലാവർക്കും അറിയായിരിക്കും തൈറോയ്ഡ് കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുന്നത്. എല്ലാവരും പറയും ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്നൊക്കെ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തൈറോയ്ഡ് വന്നോലിക്കറിയാം അത് ഹെവി ആകുമ്പോഴുള്ള അതിൻ്റെതായ ബുദ്ധിമുട്ട്. നമുക്കൊന്നിനും കഴിയില്ല, കിടന്നു പോകും നമ്മൾ. അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് മുട്ടിയെടുത്ത് ക്ലീൻ ചെയ്ത് സോഫയൊക്കെ നീക്കിയെടുത്ത് അതൊന്നും കുറേ ആയി ചെയ്യാതെ നല്ലോണം ഉണ്ട് കേട്ടോ. മെനക്കെടാൻ മാത്രം ആയിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കിടെ ക്ലീൻ ചെയ്യുമ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ എല്ലാം അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ശരിക്കും ഒരു 2 വീക്കെല്ലാം കഴിയുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. അതൊക്കെ നിന്നിപ്പോൾ ഒരു 2 മാസമൊക്കെ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും ഞാൻ ക്ലീൻ ചെയ്യാതെ വെച്ചിട്ട് ഇതുവരെ ഇങ്ങനെ വെച്ചിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈം ആ വീടെടുത്തതിന് ശേഷം ഇത്രയും വൃത്തിയിടാൻ വേണ്ടി വെക്കുന്നത്. അങ്ങനെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് ക്ലീൻ ചെയ്ത് പറഞ്ഞാൽ അടിച്ച് പൊടിയെല്ലാം മുട്ടി ജനലെല്ലാം തുടച്ച് അങ്ങനെ അടിച്ചു വാരിയെടുത്ത്. അപ്പോൾ അതാ നല്ല വിശപ്പ്. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യേണ്ടത്. നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിച്ചണിൽ ആരെങ്കിലും കുക്ക് ചെയ്ത് തരാനുണ്ടെങ്കിൽ ഭയങ്കര സുഖമാണ് ബ്രേക്ക്ഫാസ്റ്റിലും. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് താമസിക്കുമ്പോഴുള്ള സുഖം അതാണ്. അങ്ങനെ ഞാനിതാ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന നമ്മളെ ബ്രെഡ് ഓംലേറ്റ്. അപ്പോൾ ചീസ് വെച്ചിട്ട് ഒരു ഓംലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ മുട്ടയിലേക്ക് ഉള്ളിയും ഉപ്പും കുരുമുളകെല്ലാം ഇട്ടിട്ട് സാധാ ഓംലേറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കി വെച്ച് പച്ചമുളക് ഇടുന്നില്ല കേട്ടോ. പച്ചമുളക് ഇട്ടാൽ ഇവിടെ എൻ്റെ മോൾക്ക് അതിങ്ങനെ പെറുക്കിയെടുക്കാനേ സമയം കാണുള്ളൂ പിന്നെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ. അതുകൊണ്ട് ഞാൻ കുരുമുളക് ഇട്ടിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് കഴിയുകയും ചെയ്യും. പിന്നെ നമുക്ക് വേറെ അവിടെ ഫില്ലായി കിട്ടുകയും ചെയ്യും. ഇതേ വഴിയുള്ളൂ. സാധാരണ എല്ലാം പണ്ടെല്ലാം ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് തലേ ദിവസം തന്നെ എന്തെങ്കിലും എക്സ്ട്രാ കുക്ക് ചെയ്തിട്ടോ അങ്ങനെയെല്ലാം ചെയ്യലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ കുറച്ച് ദിവസം ഈ മടി കാരണം ഇങ്ങനെയാണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ പിന്നെ ബ്രെഡിൽ ചീസ് വെക്കാം. ബ്രെഡ് ഒന്ന് നമ്മൾക്ക് ടോസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ മേലെ ചീസ്. നല്ല ടേസ്റ്റുള്ളൊരു സാൻഡ്വിച്ചാണ് ഇത്. നമുക്ക് കഴിയാത്ത ദിവസങ്ങളിലെല്ലാം മടി പിടിച്ച ദിവസങ്ങളിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ലോണം വയറ് ഫില്ലായും ചെയ്യും. അത്യാവശ്യം ചീസെല്ലാം ഇടയ്ക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. ചീസ് നമ്മൾ വിചാരിക്കും ഒരു വില്ലനാണെന്ന്. ചീസ് അങ്ങനെയൊന്നുമല്ല. ചീസ് ഇടയ്ക്ക് ഡെയിലി കഴിക്കേണ്ട കുട്ടികൾ, എന്നാൽ ഇടയ്ക്ക് ചീസെല്ലാം കുട്ടികളുടെ ശരീരത്തിൽ എത്തുന്ന നല്ലതാണ്. ഇതിൽ കൂടെ കുറച്ചുകൂടി വെജിറ്റബിൾസും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചായി. പക്ഷേങ്കിൽ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്യാനുള്ള മടി കാരണം ഞാൻ തിരക്കിനിടെ ചെയ്തെടുക്കുന്നതാണല്ലോ. അതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വിചാരിച്ച് അങ്ങനെ സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ക്ലീൻ ചെയ്യുന്ന ദിവസത്തിൽ ഉമ്മാനെ നല്ലോണം മിസ് ചെയ്യും കേട്ടോ. നമ്മൾ തറവാട്ടിൽ നിന്ന് ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്തെല്ലാം ഉമ്മ രാവിലെ തന്നെ നല്ല നാസ്തെല്ലാം ഉണ്ടാക്കി തരും, ചോറ് ഉമ്മ സ്പെഷ്യലാക്കി തരും. നമ്മൾ ക്ലീനിങ്ങിന് അങ്ങ് ഇറങ്ങും. ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് നമ്മൾ വീട് ക്ലീൻ ചെയ്യാൻ ഇറങ്ങുന്ന ദിവസം. അപ്പോൾ സ്പെഷ്യലെല്ലാം ഉണ്ടാക്കി തരും. ഇതിപ്പോൾ ആരോട് പറയാൻ, നമ്മൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എല്ലാം ചെയ്തെടുക്കണ്ടേ. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള ചീസൊക്കെ നല്ല മെൽട്ടായിട്ട് വന്നിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ് ഇത്. ശരിക്കും മൊസറല്ല ചീസാണെങ്കിൽ നമുക്കിങ്ങനെ വലിച്ചെടുക്കാൻ മാത്രമേ. ഇതിപ്പോൾ സ്ലൈസ്ഡ് ചീസായതുകൊണ്ട് അങ്ങനെ വലിയൊന്നുമില്ല. പക്ഷേ ടേസ്റ്റ് വൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ ഇങ്ങനെ തിരക്കേണ്ടല്ലോ ഇങ്ങനെ ചെയ്തെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ പിന്നെ ഇതാ ഫാന് തുടക്കൽ അത് ബാക്കിയാണ്. വിശപ്പ് കാരണം ഞാൻ ആദ്യം ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വരാമെന്ന് വിചാരിച്ച്. ഫാനെല്ലാം തുടക്കാൻ ഇപ്പോൾ പല പല ഉപകരണങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ ഈ പണ്ടാരണ്ട് പറഞ്ഞ പോലെ ഞാൻ ശീലിച്ച വഴിയിൽ നിന്ന് മാറാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ്. എനിക്ക് എല്ലാം ഒരു കോൺഫിഡൻറ്റ് കുറവ്. അത് തുണി കൊണ്ട് തന്നെ തുടച്ചാലേ സമാധാനം കിട്ടുള്ളൂ. അങ്ങനെ ഫാനും എല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ ഇനിയിപ്പോൾ നമുക്ക് കുറേ നമ്മളിപ്പോൾ മാറാല അടിച്ചിട്ടാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാം തുടച്ചെടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് എനിക്ക് മടി മാറാല അടിച്ച് താഴത്തിടാനായിട്ട്. അപ്പോൾ അതെവിടെയൊക്കെയാണ് പാറി നടന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുക, എല്ലായിടെയും പിന്നെ നമ്മൾ A to Z കാര്യങ്ങൾ റൂമിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നമ്മൾ തുടച്ചെടുക്കേണ്ടി വരും. അപ്പോൾ എല്ലാം ഒന്ന് നനച്ച് തുടക്കാൻ നിൽക്കണ്ടേ. ഞാനിത് നനച്ച് തുടക്കുന്ന കാരണം
ഇവിടെ ഭയങ്കര കംപ്ലൈൻറ്റാണ്. പക്ഷേങ്കിൽ പിന്നെ ചില സമയത്തേ അങ്ങനെ ചെയ്യാറുള്ളൂ. നമ്മളെല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓർഡറിൽ ചെയ്ത് വരണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. ഒന്ന് ചിന്തിച്ച് ചെയ്യേണ്ടി വരും. പിന്നെ ഞാൻ എപ്പോഴും ബെഡ്ഷീറ്റ് മാറ്റുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കും കേട്ടോ. എന്നാൽ പിന്നെ നമ്മളെ ബെഡില്ല ചില സമയത്ത് ഒരു സൈഡ് തന്നെ ഇങ്ങനെ താണു പോകുന്ന ആ ഒരു ഇത് മാറിക്കിട്ടും. നല്ലതാണ് എന്തുകൊണ്ട് ബെഡ് എപ്പോഴും നമ്മൾ ഷീറ്റ് മാറ്റുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നത്. കുറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ ബെഡ്. എന്നാൽ ഞാൻ കഷ്ടപ്പെട്ട് എപ്പോഴും തിരിച്ചിടലുണ്ട്. പിന്നെ ഒരാളെ ഹെൽപ്പിന് വെച്ചാൽ നമുക്ക് എന്താണ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ ചെയ്യില്ല. അവർ ഫ്ലോർ മാത്രമേ തുടച്ച് തരുള്ളൂ. എനിക്കാണെങ്കിൽ ഫ്ലോർ തുടക്കാൻ വലിയ മടിയൊന്നുമില്ല. ഇങ്ങനത്തെ ജോലികളെല്ലാം ചെയ്യാനാണ് മടി. എല്ലാവർക്കും അത് തന്നെയായിരിക്കും മടി ഉണ്ടാവുക. ഞാനിപ്പോൾ സ്ത്രീകളെ കാര്യമാണ് പറയുന്നത്. ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്കും അറിയായിരിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ട്. മടി തന്നെയാണ് ഭയങ്കര. പക്ഷേ എപ്പോഴും അടുക്കി പിടിച്ച് വെച്ചാൽ അത് വേറെ ഒരു ഭംഗിയാണ്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഒരു വൈറ്റ് മോപ്പ് വാങ്ങിക്കണം. എന്തോ അവസ്ഥ. എത്രത്തോളം ക്ലീൻ ആക്കിയിട്ട് ഈ വൈറ്റ് മോപ്പ് ഞാൻ വെക്കുമോ ഒന്നും അറിയില്ല. വൈറ്റ് മോപ്പ് എപ്പോഴും ഞാൻ വാങ്ങിക്കാറൊന്നുമില്ല. പക്ഷേ ഇപ്രാവശ്യം കണ്ടപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഇത് ഉപയോഗിച്ചപ്പോൾ നല്ല മോപ്പ് കേട്ടോ, നല്ലോണം ഡ്രൈ ആയി കിട്ടുന്നുണ്ട്. പക്ഷേങ്കിൽ വൈറ്റ് എപ്പോൾ നമ്മൾ വാങ്ങിയാൽ ശ്രദ്ധിക്കണം, അത് അതേപോലെ കൊണ്ടുപോകാനും മെനക്കെടാം. എൻ്റെ മോള് കണ്ടവിടെ വെച്ച് ഇതുമ്മ ഇതേപോലെ തന്നെ ഉണ്ടാവും ലാസ്റ്റ് വരെ. പക്ഷേ ഉണ്ടാവും കേട്ടോ, നമ്മളെപ്പോഴും അലക്കിയെടുത്താൽ മോപ്പ് അങ്ങനെ കറുത്ത് പോകുന്നില്ല. പക്ഷേങ്കിൽ മറ്റേ മോപ്പ് പോലെ നമുക്ക് അലസമായി കൊണ്ടിടാൻ പറ്റില്ല. വൈറ്റ് ആകുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കുമല്ലോ. അതുകൊണ്ട് ഞാനിപ്രാവശ്യം ഒരു വൈറ്റ് വാങ്ങിയിട്ടുണ്ട്. അത്രത്തോളം അത് ഞാൻ നീറ്റ് കൊണ്ടുപോകുന്നുള്ള കാണേണ്ടി വരും. അങ്ങനെ പിന്നെ സോഫേൻ്റെ ആ ഒരു സൈഡിൽ ആദ്യം ഫസ്റ്റ് അതാണ് തുടക്കുന്നത്. എന്നിട്ട് മറ്റുള്ള റൂമൊക്കെ തുടച്ച് വരുമ്പോഴത്തേക്ക് അത് നല്ലോണം ഉണങ്ങിയാൽ സോഫ നീക്കി വെക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നനവിൽ തരം അങ്ങോട്ട് നീക്കി മാറ്റി വെച്ചാൽ ഒന്നാമത് എൻ്റെ സോഫയുടെ പ്രശ്നം എന്ന് വെച്ചാൽ സ്പേസ് ഇല്ല. അടി അങ്ങ് താഴത്ത് തട്ടിക്കിടക്കുന്ന ഒരു സോഫയാണ്. ഇങ്ങനത്തെ സോഫ ഇപ്പോൾ ആരും വാങ്ങുന്നില്ല. കുറച്ചല്ലേ കാലുള്ള സോഫയല്ലേ വാങ്ങിക്കുന്നത്. ഞാൻ അന്നേരം എന്തോ ഒരു ബുദ്ധിമോശത്തിന് ആ ഒരു സോഫ സെലക്ട് ചെയ്യും. എപ്പോഴും നമ്മൾ അങ്ങനെയാണല്ലോ, ഒരു സാധനം വാങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞാലാണ് നമുക്ക് അതിൻ്റെ പിന്നെ നെഗറ്റീവും പോസിറ്റീവും മനസ്സിലാവുക. പക്ഷേ അത് നല്ല ഭംഗിയാണ് നിലത്ത് പറ്റിക്കിടക്കുന്ന സോഫ നമുക്ക് കാണാനായിട്ട്. പക്ഷേ ക്ലീനിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടാണ് നീക്കിയെടുക്കാൻ. കാലുള്ള സോഫയാകുമ്പോൾ നമുക്ക് മോപ്പെല്ലാം അതിനുള്ളിൽ കൂടി പോയി തുടച്ച് ക്ലീനാക്കി വരാമല്ലോ. അത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഈ സോഫ നീക്കി തുടക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ലേറ്റായി പോകുന്നത്. ശരിക്കും എനിക്ക് റൈറ്റ് ഹാൻഡ് ചെറിയൊരു വേദനയുണ്ട്. അപ്പോൾ എന്താണ് അത് മടിയാവും നമുക്കങ്ങനെ വെയിറ്റുള്ളതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാൻ. അപ്പോൾ എനിക്ക് മഴയുള്ള സമയത്തെല്ലാം ക്ലീനിങ് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമല്ലേ, നല്ല മഴയത്ത് ഇങ്ങനെ നമുക്ക് ചൂടൊന്നും ഇല്ലല്ലോ, നല്ല ഹാപ്പി ആയിട്ട് ചെയ്യാം. മഴ പെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പിന്നെ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അങ്ങനെ മടിയില്ല. ചില ആൾക്ക് മഴക്ക് പുതച്ച് മൂടി കിടന്ന് ഉറങ്ങാൻ ഇഷ്ടമുള്ള, ഞാനും അങ്ങനെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല മഴയുള്ള സമയത്ത് പുതച്ച് മൂടി കിടന്ന് ഉറങ്ങും. പക്ഷേ നമ്മൾ ജോലിയിൽ കഴിഞ്ഞിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോൾ നല്ല ഹാപ്പി ആയിരിക്കും. അല്ലാണ്ട് എല്ലാം പകുതിക്ക് വെച്ചിട്ട് പോയിട്ട് മഴ പെയ്യുമ്പോൾ അങ്ങനെ കിടക്കുക അങ്ങനത്തെ ഒന്നും ഹാബിറ്റൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് അത് വൃത്തിക്കാർ രാവിലെ തന്നെ ചെയ്ത് വെച്ചിട്ട് പോകും. അത് ക്ലീനിങ് ഒന്നും കൂടുതലായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും, ഇനിയിപ്പോൾ കൂടുതലായിട്ട് ചെയ്യുന്ന ദിവസമാണെങ്കിൽ പോലും അതെല്ലാം കഴിഞ്ഞാലും ഒരുത്തൽ ഇരിക്കാൻ എനിക്ക് കഴിയുള്ളൂ. പിന്നെ അത് കുറച്ചവിടെ വെച്ച് അങ്ങനെ കുറച്ചായിട്ട് ചെയ്യാമെന്നുള്ളതില്ല. അത് അങ്ങനെ ചെയ്യാൻ അറിയില്ല കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഹല്ലോ ഭയങ്കര ഹാപ്പി കേട്ടോ. കുറേ ദിവസമായി ഇങ്ങനെ വിചാരിക്കുന്നത്. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്നാൽ ബെഡ്ഷീറ്റെല്ലാം ഒന്ന് പിരിച്ചെടുക്കണം. അതാ ഞാൻ പറഞ്ഞത്, ഇത് കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ബെഡ്ഷീറ്റ് വിരിക്കാന്നുള്ള ആ ഒരു രീതി ശരിയാവില്ല. എനിക്ക് ആ തുടച്ച ഉടനെ തന്നെ ബെഡ്ഷീറ്റെല്ലാം വിരിച്ച് ആ ഒരു നീറ്റ്നെസ്സിൽ കാണുമ്പോഴാണ് വീട് നല്ല ഭംഗിയുണ്ടാവുക. പിന്നെ പണ്ടരാണ്ട് പറഞ്ഞ പോലെ നമ്മളത് ബെഡെല്ലാം ഷീറ്റെല്ലാം എടുത്ത് മാറ്റിയ സമയത്തായിരിക്കും ഒരിക്കലും വരാത്ത ആരെങ്കിലും വരുന്നുണ്ടാവുക. എനിക്കങ്ങനെ 2-3 പ്രാവശ്യം പണി കിട്ടീന് കേട്ടോ. പിന്നെ അവരെ വെച്ചിട്ട് പിരിക്കാനും ഓടാനും ഒന്നിനും സമയം ഉണ്ടാവില്ല. അതേപോലെ അങ്ങനെ തന്നെയല്ലേ, എപ്പോഴെങ്കിലും വീട് വൃത്തികേടായിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മളെ വീട്ടിൽ ഒരിക്കലും വരാത്ത വിരുന്നാർ വരുന്നുണ്ടാവുക. അതെല്ലാം എനിക്ക് ഭയങ്കര, കാരണം വീട് അവരെപ്പെങ്കിലും ആയിരിക്കും വന്ന് നമ്മളടുത്ത് കാണുന്നുണ്ടാവുള്ളൂ. പിന്നെ അവർ നമ്മളടുത്ത് വരുന്നുണ്ടാവില്ല. പക്ഷേ ആ വരുന്ന സമയത്ത് വീട് ഭയങ്കര നീറ്റ്ലെസ് ആയിട്ടുള്ളെങ്കിൽ അവർ ഈ വീട് എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും. നമ്മളെ വീടിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ എപ്പോഴും വൃത്തിയാണ്, നീറ്റാണ്. കാണുമ്പോൾ ഓവറായിട്ട് ഇപ്പോൾ വൃത്തിയാക്കി അതിങ്ങനെ മെനക്കെട്ട് അതല്ല പറയുന്നത്. എന്നാൽ ഒരാൾ കയറി വരുമ്പോൾ ആ ഒരു നീറ്റ്നെസ് ഉണ്ടല്ലോ നമ്മളെ വീട്ടിൻ്റെ എപ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുതിലേ ആ ഉമ്മ അങ്ങനെ നമ്മളെ വളർത്തിയോണ്ടായിരിക്കാം ഇപ്പോൾ ഇത്. ഉമ്മക്ക് നമ്മൾ പിന്നെ ചെയ്യുമ്പോൾ എല്ലാം ഒറ്റയടിക്ക് ചെയ്ത് വൃത്തിയായി കിട്ടിയാലേ ഉമ്മ, അങ്ങനെയാണ് നമ്മളെ വളർത്തിയത് ശരിക്കും. അപ്പോൾ ഇത് പുറത്ത് നല്ല മഴ കാരണം തോന്നുന്നു നല്ല വിശപ്പ് തുടങ്ങി. ഞാൻ സ്മൂത്തി അടിച്ച് കുടിക്കാന്നെല്ലാം വിചാരിച്ച് നിന്നതിനും പക്ഷേ രക്ഷയില്ല, നല്ല വിശപ്പാണ്. അതുകൊണ്ട് റൈസ് കുക്ക് ചെയ്ത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്ത് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതേ റെസിപ്പി അടിപൊളിയാണ്. ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇടുന്നുണ്ട്. നമ്മൾ ഷോർട്ട് വീഡിയോയിൽ കുറേ നല്ല റെസിപ്പീസ് ഉണ്ട്. എല്ലാവരും പോയിട്ടൊന്ന് കണ്ടോക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം.